വീട്ടിൽ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ കാണിച്ചു, അത് ബെനിച്ചൻ അത് ചെയ്യുന്നതിൻ്റെ എല്ലാം കാണിച്ചു. അത് കാറ് പോളിഷിങ്, കട്ടിങ്, ഇൻറ്റീരിയൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഷോപ്പിലായിരുന്നു, ഷോപ്പ് ഇപ്പോൾ അവിടെ വർക്കായതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ കട്ടിങ് പോളിഷ് ഞാൻ കാണിച്ചായിരുന്നു. എങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയ വീഡിയോസ് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുക, കാണിക്കാമെന്ന് ഓർത്തിട്ടോ കേട്ടോ. അപ്പം ആ കട്ടിങ് ഞാൻ കാണിച്ചു തരാവേ. ബെന്നിച്ചേട്ടോ, എന്താണ് പരിപാടി? എവിടെ വരെ എത്തി? ആണോ, വാഷ് ചെയ്ത് കഴിഞ്ഞോ? ആണ്. ഇത് എങ്ങനെയാ, ഇതിനാ കട്ടിങ്? എന്ത് വെച്ചിട്ടത് ചെയ്യുന്നേ? പേപ്പറുകളല്ലേ? എന്ത് പേപ്പർ എന്ന് പറയുന്നേ? സാൻഡ് പേപ്പർ. 2008 ചെയ്യുന്നേ? അത് ശരി. ഇതിപ്പോ എങ്ങനെയാ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ പെയിന്റ് കട്ടയായി കിടക്കുന്ന എവിടെയെങ്കിലും ഒക്കെ ആയിട്ടാണോ ചെയ്യുന്നത്? ചെറിയ സ്റ്റെയിൻസ്, സ്ക്രാച്ചുകള്, പിന്നെ ഈ പെയിന്റ് അടിക്കുമ്പോ പല ഭാഗം പെയിന്റ് അടിക്കാത്തതുണ്ടാവും. അവിടെല്ലാം ഉറച്ച് മാറ്റി പോലെ ആക്കിയിട്ട് വേണം പോളിഷ് ചെയ്യാൻ. മൊത്തം ഇത് പേപ്പർ ഇട്ട് പിടിച്ച് മാറ്റി പോലെ ആക്കണം. എന്നാല് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷിങ് എടുത്തിട്ട്. അത് ശരി. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പോളിഷ് ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പൊ ആ കട്ടിങ്, ആ വണ്ടിക്ക് കട്ടിങ് ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ നമുക്കിപ്പോ കട്ടിങ് കാണാൻ പറ്റിയില്ലേ എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോ ഇങ്ങനെ മൊത്തം ചെയ്യണം അല്ലേ? ഒരുപോലെ ആയി കിട്ടുമോ എല്ലാവരും. ബോഡി പെയിന്റ് അടിച്ചതും പെയിന്റ് അടിക്കാത്തതോ സ്റ്റെയിൻസും സ്ക്രാച്ചും എല്ലാം പോലെ ഒരേ രീതിയിലായി. അത് ശരി. ഗ്ലാസ് കട്ട് ചെയ്തതാണ്. മഞ്ഞ കളറായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. അത് വരുമ്പോ ഒരു മഞ്ഞ കളറായിരുന്നു ലൈറ്റ്. പുതിയതുപോലെയാവും. അത് ശരി. ശരി. അപ്പൊ നല്ല പണിയുണ്ട്. ഒരു ദിവസത്തെ പണിയുണ്ടല്ലേ? പേപ്പർ ഇട്ട അതിന്റെ ഒരു നേക്കുണ്ട്. അത് ചുമ്മാ വരയ്ക്കുമല്ല അല്ലേ? സ്ക്രാച്ച് വീഴും. അത് ശരി. ഇതിപ്പോ എത്ര സമയം തുടങ്ങിയിട്ട്? ഉച്ചയ്ക്ക് തുടങ്ങിയതാ. ഇതിപ്പോ എന്നാ കൊടുക്കാനാവുന്ന വണ്ടി? 2 ദിവസം കഴിയും. ഇത് കഴിഞ്ഞിട്ട് ഇനി പോളിഷ് തുടങ്ങും അല്ലേ? ഈ പേപ്പർ ഇട്ടിട്ടാട്ടോ ഇതിങ്ങനെ പിടിക്കുന്നേ. ഇതിപ്പോ പെയിന്റിങ് കഴിഞ്ഞു വന്ന വണ്ടിയാണ്. മൊത്തത്തില് പെയിന്റിങ് കഴിഞ്ഞു വന്നതല്ല അല്ലേ? പല ഭാഗവും പല കളറായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഉരച്ചിട്ട് ഒരുപോലെ ആക്കിയെടുക്കണം. ചെയ്യാൻ പറ്റത്തില്ല. ഈ പോളിഷിങ് നമ്മളാണ് ഇത് ഒരുപോലെ ആക്കിയെടുക്കുന്നത്. അത് ശരി. ഇനി പോളിഷുകാരന്റെ കയ്യിലാണ് കാര്യങ്ങള്. ഇതിപ്പോ പെയിന്റ് ചെയ്ത ഭാഗമാണ്. ഇത് പെയിന്റ് ചെയ്യാത്തോളം. ബോണറ്റാണോ പെയിന്റ് ചെയ്തേ? ബോണറ്റ് പെയിന്റ് ചെയ്തില്ല. ഈ ബമ്പറാണ് പെയിന്റ് ചെയ്തേ. ബമ്പർ ഇതിപ്പോ 2 കളറുണ്ട്. ഇത് മഞ്ഞ പേപ്പർ 2 ഭാഗം പിടിച്ചിട്ട് 2 ഒരേ കളറായി കിട്ടും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോളിഷിങ് കഴിയുമ്പോ വണ്ടിയെല്ലാം സുന്ദരകുട്ടപ്പനായി. ഇപ്പൊ സന്ധ്യയായി. ഇനിയിപ്പം ഇത് പണി ഇന്ന് തീരൂല്ലല്ലോ. അപ്പൊ പകുതിയാക്കേണ്ടി വരും അല്ലേ? മറ്റേ വണ്ടി, ഈ വണ്ടി ഉണ്ടോ? കട്ടിങ് കഴിഞ്ഞതല്ലേ ഇത്? അതിനിപ്പോ എന്താ പോളിഷ് ചെയ്യാനാ? ഓക്കെ. 2 സ്വിഫ്റ്റ് വണ്ടി അല്ലേ? ഇതാണ് കേട്ടോ കട്ടിങ്. പെയിന്റിങ് കഴിഞ്ഞിട്ട് വണ്ടി കട്ട് ചെയ്തിട്ട് ആണ് പോളിഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പണിയപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്.